ഇന്നത്തെ മോദിജി പഴയ മോദിജി അല്ല. आज मोदी जी वह प्रधानमंत्री नहीं रहे. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കുറഞ്ഞു വരുന്നു. उनका आत्मविश्वास घटने लगा है. വന്ദേ മാതരം എന്നും നമുക്ക് പ്രിയവും പവിത്രവും. आपके अधिवेशनों में कहा जाता है कि नहीं ये बताइए. പ്രധാനമന്ത്രി നല്ല പ്രസംഗം നടത്തുന്നുണ്ട്. झिझक नहीं है कि भाषण अच्छा देते हैं, थोड़ा सा लंबा लेकिन भाषण अच्छा देते हैं. നമസ്കാരം. പണ്ടൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്നായി സ്കോർ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ മൂന്നാം സർക്കാർ വന്നതിന് ശേഷം പഴയതുപോലെ അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. എവിടെ? പാർലമെൻറ്റിൽ. പുറത്ത് സ്കോർ ചെയ്യുന്നുണ്ട്, തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിക്കുന്നുണ്ട്. അതിന് വിവാദങ്ങൾ, അതിൻ്റെ കൗണ്ടറുകൾ, അതിൻ്റെ മാൽ പ്രാക്ടീസുകൾ ഒക്കെ പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിക്കുന്നുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിക്കുന്നുണ്ട്. പക്ഷേ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി പലപ്പോഴും വടി കൊടുത്ത് അടി വാങ്ങുന്ന വിചിത്രമായ കാഴ്ചയുണ്ട്. ഇതിങ്ങനെ ഞാൻ പറയാൻ കാരണം, വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികം പാർലമെൻറ്റ് ചർച്ച ചെയ്യണം എന്നൊരു വിചിത്രമായ തീരുമാനം ഈ പാർലമെൻറ്റ് എടുത്തു. വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുക. ആ വാർഷികം ആഘോഷിക്കുന്നതിൽ കുഴപ്പമില്ല, പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്നത് എന്തിനാണെന്നുള്ള സംശയം പലരും ഉന്നയിച്ചിരുന്നു. ഇവിടെ പലവിധ പ്രശ്നങ്ങളുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, ഇലക്ഷൻ മാൽ പ്രാക്ടീസ്, മറ്റ് പല കാര്യങ്ങളും. SIR-നെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യമുണ്ട്. അതൊക്കെ വരും എന്നൊക്കെ പറയുന്ന ഘട്ടത്തിലും വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികത്തിൻ്റെ ചർച്ച എന്തിനാണ് എന്ന് സംശയിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അദ്ദേഹം നെഹ്റുവിനെ ചീത്ത പറയാനുള്ള ഒരു അവസരമാക്കി അതിനെ മാറ്റും എന്നുള്ള പ്രാഥമിക നിഗമനത്തെ ശരിവെക്കും വിധത്തിലായിരുന്നു നടപടി. എന്നാൽ അദ്ദേഹം മറച്ചുവെച്ച ചില കാര്യങ്ങളൊക്കെ എടുത്തു പുറത്തിട്ട് പ്രധാനമന്ത്രിയുടെ ഈ വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികത്തോടുള്ള BJPയുടെ കാപട്യ മനോഭാവത്തെ വലിച്ചു പുറത്തിട്ട് തുറന്നു കാണിച്ച ഒരു പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നത്. സാക്ഷാൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരം നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു. നാം ചർച്ച ചെയ്യുന്ന വിഷയം ഒരു സാധാരണ വിഷയം മാത്രമല്ല. ഇത് ഇന്ത്യയുടെ ആത്മാവിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആ ആവേശത്തിൻ്റെ ജീവസുറ്റ പ്രതീകമാണ്. പാരതന്ത്ര്യത്തിൻ്റെ ദുരിതത്തിൽ മയങ്ങിക്കിടന്ന ഇന്ത്യൻ ജനതയെ ഉണർത്തിയത്, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ മുന്നിൽ തലയുയർത്തി നിന്ന് സത്യത്തിൻ്റെയും അഹിംസയുടെയും ധാർമ്മിക ആയുധങ്ങളുമായി പോരാടാൻ അവർക്ക് ധൈര്യം നൽകിയത് ആ മഹാമന്ത്രമാണ് വന്ദേ മാതരം. हमारा राष्ट्रगीत उस भावना का प्रतीक है जिसने सोए हुए, गुलामी में सोए हुए भारत के लोगों को जगाया, जिसने उन्हें हिम्मत दी कि ब्रिटिश साम्राज्य के सामने खड़े होकर वह सत्य और अहिंसा के नैतिक हथियारों के साथ सामना कर पाए. വന്ദേ മാതരം എന്ന് നാം ഉരുവിടുമ്പോൾ ഒരു വികാരം മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഴുവൻ ചരിത്രവും അതിൻ്റെ വേദനയും സമരവും ധൈര്യവും ധാർമ്മിക ശക്തിയും നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നു വരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യം അതിനു മുന്നിൽ തല തകർന്നു വീണു. ആ മഹാശക്തിയുടെ ഓർമ്മയാണ് ആ ഗീതം. വന്ദേ മാതരം ആധുനിക ഇന്ത്യൻ ദേശീയതയുടെ ആദ്യത്തെ ശക്തമായ ആവിഷ്കാരമാണ്. ഇന്ത്യൻ ജനതയെ ഒരു പൊതു രാഷ്ട്രീയ ധാർമ്മിക ആകാംക്ഷയാൽ ഒന്നിപ്പിച്ചു. ഒരു പൊതുവർത്തമാനത്തിൻ്റെ അവകാശികളും ഒരു പൊതുഭാവിയുടെ നിർമ്മാതാക്കളുമായി നമ്മളെ മാറ്റി. 75 सालों से हमारा देश आजाद है, तो फिर आज इस बहस की क्या आवश्यकता है? हमारा यहाँ मकसद क्या है? ഇന്നത്തെ ഈ ചർച്ച എനിക്ക് വളരെ വിചിത്രമായി തോന്നുന്നു. ഈ ഗാനം ഇപ്പോൾ രാജ്യത്തിൻ്റെ ആത്മാവിൻ്റെ ഭാഗമായി കഴിഞ്ഞു. 150 വർഷങ്ങളായി കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ ഇത് പുഷ്പവൃഷ്ടി നടത്തുന്നു. 75 വർഷങ്ങളായി നമ്മുടെ രാജ്യം സ്വതന്ത്രമാണ്. എന്നിട്ടും ഇന്നിതിനെക്കുറിച്ച് ചർച്ച വേണം എന്നാണ്. ഇവിടെ നമ്മുടെ ലക്ഷ്യം എന്താണ്? आपने बहस मांगी है. आप तो इलेक्टोरल रिफॉर्म्स की बहस नहीं मांग रहे थे कि जब तक हम इस पर बहस नहीं करेंगे तब तक उस पर बहस नहीं होगी. इसकी वजह क्या है? हम आज यहाँ ये बहस क्यों कर रहे हैं? हमारा राष्ट्रगीत है, इस पर क्या बहस हो सकती है? ഇപ്പോൾ നമ്മുടെ ദേശീയ ഗാനത്തെ പറ്റി പോലും ഈ സഭയിൽ വാദപ്രതിവാദം നടത്തേണ്ട ഘട്ടമാണോ ഇത്? താങ്കൾ ചർച്ച ആവശ്യപ്പെട്ടു. ഇലക്ട്രൽ റിഫോംസിനെ കുറിച്ച് ചർച്ച വേണമെന്ന് താങ്കൾ ആവശ്യപ്പെട്ടു. അതിൻ്റെ കാരണം എന്താണ്? ഇന്ന് നാം ഇവിടെ ഈ ചർച്ച നടത്തുന്നത് 2 കാരണങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന് ഞാൻ പറയുന്നു. ഒന്ന്, ബംഗാൾ തെരഞ്ഞെടുപ്പ് അടുത്താണ്. പ്രധാനമന്ത്രി അതിൽ തൻ്റെ പങ്ക് വഹിക്കാൻ ആഗ്രഹിക്കുന്നു. हम ये बहस यहाँ आज 2 वजहों से कर रहे हैं. पहला कि बंगाल का चुनाव आ रहा है, हमारे प्रधानमंत्री अपनी भूमिका निभाना चाहते हैं
उसमें। രണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ പുതിയ ആരോപണങ്ങൾ കെട്ടിവെക്കാനും ജനങ്ങളുടെ ശ്രദ്ധ ജ്വലിക്കുന്ന ഇന്നത്തെ പ്രശ്നങ്ങളിൽ നിന്ന് തിരിച്ചുവിടാനുമാണ് ഈ നാടകം. और दूसरी वजह ये है ये मकसद है, पुरानी मकसद इनकी अध्यक्ष महोदय, कि जिन्होंने स्वतंत्रता की लड़ाई लड़ी, जिन्होंने देश के लिए बड़ी बड़ी कुर्बानियां दी, उन पर सरकार नए आरोप लादने का मौका चाहती है। देश का ध्यान फिर से जनता के ज्वलंत मुद्दों से भटकाना चाहती है। यही एक मकसद है आपका। നാം വീണ്ടും പഴയ കാലത്തേക്ക് തന്നെ കറങ്ങി നടക്കണം എന്ന ലക്ഷ്യം. കഴിഞ്ഞുപോയതിലേക്ക് മാത്രം നോക്കണം. കാരണം ഈ സർക്കാരിന് വർത്തമാനവും ഭാവിയും നോക്കാനുള്ള കഴിവോ ഇച്ഛാശക്തിയോ ഇല്ല. സത്യം ഇതാണ്. ഇന്നത്തെ മോദിജി പഴയ മോദിജി അല്ല. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കുറഞ്ഞു വരുന്നു. कि आज मोदी जी वह प्रधानमंत्री नहीं रहे जो एक समय में थे। सच ये है कि ये दिखने लगा है, उनका आत्मविश्वास घटने लगा है. നയങ്ങൾ രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നു. ഭരണപക്ഷത്തെ എൻ്റെ സുഹൃത്തുക്കൾ മിണ്ടാതിരിക്കുന്നത് അകമേ അവരും ഇതിൽ യോജിക്കുന്നു എന്നതുകൊണ്ടാണ്. ഇന്ന് രാജ്യത്തെ ജനങ്ങൾ സന്തുഷ്ടരല്ല. യുവാക്കൾ വിഷമത്തിലാണ്. പേപ്പർ ചോർച്ച, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, സ്ത്രീ സുരക്ഷ, റിസർവേഷൻ, ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം തേടുന്നില്ല. പക്ഷേ വന്ദേ മാതരത്തെക്കുറിച്ച് 10 മണിക്കൂർ ചർച്ച ചെയ്യുകയാണ്. പ്രധാനമന്ത്രി നല്ല പ്രസംഗം നടത്തുന്നുണ്ട്. അത് മടിക്കാതെ പറയാം. അല്പം നീണ്ടതാണെങ്കിലും നല്ല പ്രസംഗമാണ്. പക്ഷേ വസ്തുതകളുടെ കാര്യത്തിൽ അദ്ദേഹം ദുർബലനാണ്. झिझक नहीं है कि भाषण अच्छा देते हैं, थोड़ा सा लंबा, लेकिन भाषण अच्छा देते हैं. सिर्फ एक कमजोरी है, अगर आप इजाजत दें तो मैं बोलूं. एक कमजोरी है, हाँ उसी पे बोल रहे हैं. वंदे मातरम पे बोलो आप. अब सर मैंने तारीफ कर ली. आज थोड़ा आज और विषय वंदे मातरम का है तो हम वंदे मातरम पर ही रखें, ठीक रहेगा. सर ये वंदे मातरम पे ही है. सर आपने प्रधानमंत्री जी तक सुना था. सर भाषण बहुत अच्छा देते हैं, लेकिन तथ्यों के मामले में कमजोर पड़ जाते हैं. ഞാൻ പുതിയ ആളാണ്, കലാകാരിയല്ല. അതുകൊണ്ട് ഞാൻ വസ്തുതകൾ മാത്രം മുന്നോട്ട് വെക്കാം. मैं तो नहीं हूँ, जनता की प्रतिनिधि हूँ, कलाकार तो नहीं हूँ. ഒന്നാമത്തെ ഉദാഹരണം, പ്രധാനമന്ത്രി പറഞ്ഞു 1896 ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ ആദ്യമായി വന്ദേ മാതരം ആലപിച്ചത് ഒരു സമ്മേളനത്തിലാണ് എന്ന്. ഏത് സമ്മേളനമാണെന്ന് പറഞ്ഞില്ല. അത് കൽക്കട്ടയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനമായിരുന്നു. ഹിന്ദു മഹാസഭയുടെയോ RSSന്റെയോ സമ്മേളനമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം. उन्होंने ये नहीं बताया कि क्या कौन सा अधिवेशन था. महासभा, हिंदू महासभा का अधिवेशन था, RSS का अधिवेशन था. किस बात से कतरा रहे थे कि ये कांग्रेस का अधिवेशन था. യഥാർത്ഥ കാലക്രമം 1875 ബങ്കിം ചന്ദ്ര ചാറ്റർജി ആദ്യത്തെ 2 പല്ലവികൾ മാത്രം എഴുതി. 1882 ആനന്ദ് മഠ് നോവലിൽ ആ കവിത ഉൾപ്പെടുത്തി. അപ്പോൾ 2 ഖണ്ഡികകൾ കൂടി ചേർത്തു, ആകെ 4. 1896 കോൺഗ്രസ് സമ്മേളനത്തിൽ ഗുരുദേവ് ടാഗോർ ആദ്യമായി പാടി. 1905 ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭത്തിൽ വന്ദേ മാതരം തെരുവിലെ മുദ്രാവാക്യമായി. 1937 സത്യം പ്രധാനമന്ത്രിജി ഒരു കത്ത് മാത്രമാണ് വായിച്ചത്, ബാക്കി മറച്ചു. 17 ഒക്ടോബർ 37 നേതാജി സുഭാഷ് ചന്ദ്രബോസ് നെഹ്റുജിക്ക് കത്തെഴുതി വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. My dear Jawahar, reference Vande Mataram. We shall have a talk in Calcutta and also discuss the question in the working committee if you bring it up there. I have written to Dr. Tagore to discuss this matter with you when you visit Santiniketan. Please do not forget to have a talk with him when you visit Santiniketan. ये 17 अक्टूबर को लिखी जाती है. ഒക്ടോബർ 20 നെഹ്റുജി മറുപടി കത്തിൽ പറഞ്ഞു, ഇപ്പോഴത്തെ വന്ദേ മാതരം വിരോധം കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടാക്കിയെടുത്തതാണ്. क्योंकि उनमें नेहरू जी क्या कह रहे हैं? There is no doubt that the present outcry against Vande Mataram is to a large extent a manufactured one by the communalists. എന്നാലും യഥാർത്ഥ വേദനകളുണ്ടെങ്കിൽ അതിന് പരിഹാരം വേണം. പിന്നീട് നെഹ്റുജി ശാന്തിനികേതനിൽ ഗുരുദേവിനെ കണ്ടു. ഗുരുദേവ് കത്തെഴുതി. എപ്പോഴും ആലപിച്ചിരുന്ന ആദ്യ 2 പല്ലവികൾക്ക് ഇത്ര ആഴമുള്ള പ്രാധാന്യമുണ്ട്. പിന്നീട് ചേർത്ത ഖണ്ഡികകൾക്ക് സാമ്പ്രദായിക അർത്ഥം ആരോപിക്കപ്പെടാം. അതുകൊണ്ട് അവ ഒഴിവാക്കുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. 1937 ഒക്ടോബർ 28
കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി, നെഹ്റു, സർദാർ പട്ടേൽ, ടാഗോർ എല്ലാവരുമുണ്ട്, മഹാത്മാഗാന്ധി, നേതാജി എല്ലാവരുമുണ്ട്. ആദ്യ 2 പല്ലവികൾ മാത്രമാണ് ദേശീയ ഗീതമായി അംഗീകരിച്ചത്. 1950 ജനുവരി 24-ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ സഭയിൽ ആ 2 പല്ലവികൾ മാത്രമാണ് ദേശീയ ഗീതമായി പ്രഖ്യാപിച്ചത്. അന്ന് ഡോക്ടർ അംബേദ്കറും ശ്യാമപ്രസാദ് മുഖർജിയും ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. ആർക്കും ഒരു എതിർപ്പും ഇല്ലായിരുന്നു. ഇന്ന് ഭരണഘടനാ സഭ അംഗീകരിച്ച വന്ദേ മാതരത്തെ വിഭജന മനോഭാവം കൊണ്ട് മുറിച്ചു എന്ന് ആരോപിക്കുന്നത് ഗാന്ധിജിയെയും ടാഗോറിനെയും അംബേദ്കറെയും സർദാർ പട്ടേലിനെയും നേതാജിയെയും ഒക്കെ അപമാനിക്കലാണ്. ഭരണഘടനയ്ക്കെതിരായ തുറന്ന ആക്രമണമാണ്. ഞാൻ ചെറിയ ഒരു ഉപദേശം മാത്രം പറയാം. പ്രധാനമന്ത്രിജി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷം എന്നെ 99 തവണ അപമാനിച്ചു എന്നൊരു ലിസ്റ്റ് ഇറക്കിയിരുന്നു. അതുപോലെ നെഹ്റുജിയോടുള്ള എല്ലാ പരാതികളും പരിഹാസങ്ങളും അപമാനങ്ങളും അടങ്ങിയ ഒരു ലിസ്റ്റ് ഉണ്ടാക്കൂ. 999 ആയാലും 9999 ആയാലും പിന്നെ ഒരു ദിവസം നിശ്ചയിക്കാം, ആവട്ടെ 10 മണിക്കൂർ, 20 മണിക്കൂർ, 40 മണിക്കൂർ, എത്ര വേണമെങ്കിലും ഒരിക്കൽ കൂടി ഈ ചർച്ച ഇവിടെ നടത്താം. ആ അധ്യായം എന്നിട്ട് അടച്ചുപൂട്ടാം. രാജ്യം കേൾക്കട്ടെ. അതിനുശേഷം നമുക്ക് തൊഴിലില്ലായ്മ, വിലക്കയറ്റം, പേപ്പർ ലീക്ക്, സ്ത്രീ സുരക്ഷ, റിസർവേഷൻ തുടങ്ങിയ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം. വന്ദേ മാതരം ഈ രാജ്യത്തിൻ്റെ ഓരോ അണുവിലും ജീവിക്കുന്നു. അതിനെ വിവാദമാക്കി രാജ്യത്തിൻ്റെ ആത്മാവിനെ അപമാനിക്കുന്നത് മഹാപാപമാണ്. കോൺഗ്രസ് പാർട്ടി ഈ പാപത്തിൽ പങ്കാളിയാകില്ല. വന്ദേ മാതരം എന്നും നമുക്ക് പ്രിയവും പവിത്രവും ഒക്കെയാണ്. അതങ്ങനെ തന്നെ തുടരും. वंदे मातरम, वंदे मातरम, वंदे मातरम आता है। कांग्रेस के हर एक अधिवेशन में 1905 से लेकर आज तक सामूहिक तौर पर वंदे मातरम गाया जाता है। आपके अधिवेशनों में गाया जाता है कि नहीं, ये बताइए। യഥാർത്ഥത്തിൽ വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികത്തിൽ പ്രധാനമന്ത്രി ഒന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി അടിച്ചുവിട്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നിലവിലെ സാഹചര്യത്തിൽ ഈ ചർച്ചയുടെ പ്രസക്തി എന്ത് എന്ന ചോദ്യത്തിലേക്ക് വരെ നമ്മളെ നയിക്കുന്നതാണ്. മാത്രമല്ല, വന്ദേ മാതരത്തിൻ്റെ യഥാർത്ഥ ചരിത്ര പശ്ചാത്തലത്തെ വെട്ടിമുറിച്ച് ചിലത് മറച്ചുവെച്ച് പ്രസംഗത്തിൽ സമകാലിക രാഷ്ട്രീയത്തിന് മാത്രം ദുരുപയോഗിക്കാവുന്ന വിധത്തിൽ ആവർത്തിച്ചുള്ള ഒരു പ്രസംഗം നടത്തുക മാത്രമാണ് നരേന്ദ്രമോദി ചെയ്തത്. പതിവ് പോലെ നെഹ്റുവിനെ ചീത്ത വിളിക്കാനുള്ള ഒരവസരം അതിന് ആവശ്യമുള്ളത് പ്രിയങ്ക ഗാന്ധി കൊടുത്തു എന്നിടത്താണ് ഈ പ്രസംഗത്തിലെ ഏറ്റവും രസകരമായ ഭാഗം. നന്ദി, നമസ്കാരം.